ഹലോ ഫ്രണ്ട്സ്, സുഖാണല്ലോ അല്ലേ? ഞാനിന്ന് നിൽക്കുന്നത് പേയാട് പള്ളിമുക്ക് അരുവിപ്പുറം എന്ന സ്ഥലത്താണ്. പക്ഷേ നല്ല വെറൈറ്റി ആയ ഒരു സ്ഥലമാണ് കേട്ടോ, ഒതുങ്ങിയ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വെറൈറ്റി ആയ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് നോക്കിക്കേ, നല്ല രസമുണ്ട് കേട്ടോ. പാറ, ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ഈ പാറയും ഒക്കെ നോക്കിക്കേ, ഇത് വെറൈറ്റി ഭംഗി തന്നെയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. എല്ലാവരെയും ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ വ്ളോഗിലൂടെ ഈ സ്ഥലങ്ങൾ കാണാൻ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. എൻ്റെ ഒപ്പം വരിക കേട്ടോ. എന്റെ ദൈവമേ, എന്റെ എത്ര സാരിയായിരുന്നു, മൊത്തം നനഞ്ഞ് കുളമാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇനി ഇത് അവിടെ ഒഴുക്കില്ലേ, വരാൻ പറ്റുമോ? ഒഴുക്കാണ്. അപ്പൊ എങ്ങനെ ഞാൻ വരും? അപ്പുറത്ത് എങ്ങനെ ക്രോസ് ഇല്ലേ? ഇതിലേ ഞാൻ വരുന്ന വഴിയല്ലേ? എന്താ എന്നെ പിടിച്ച് തള്ളിയിടുവോ? ആര് നമ്മൾ തള്ളിയിടുന്നില്ല, നമ്മള് ജയിൽ കുറ്റത്തിൽ ഇപ്പൊ നമ്മളെ മാറിയിക്കാൻ പറ്റും. കൊട്ടടിച്ചിട്ട് കൊടുക്കട്ടെ. അതൊക്കെ വെള്ളം അത് വഴി കയറുന്നതാണ്. ആ അതെ, അപ്പോൾ എനിക്ക് മറു സൈഡിൽ പോകേണ്ടതുണ്ട്. ആ മറു സൈഡിൽ പോയിട്ട് ഒരു മലയുണ്ട്. ആ മലയിലോട്ട് എനിക്ക് കയറേണ്ടതുണ്ട്. പക്ഷെ മറു സൈഡിൽ പോകണമെന്നുണ്ടെങ്കിൽ തന്നെയും അതായത് നനഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് കിടക്കാൻ ഇവിടെ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. അതാണ് സത്യമായിട്ടുള്ള കാര്യം. പിന്നെ എന്ത് പറയാനാണ്, ദയവ് ചെയ്ത് ആരും മഴ സമയത്ത് ഇങ്ങോട്ട് വരരുത്. നല്ല ഒഴുക്കുണ്ടെന്നാണ് പറയുന്നത്. മഴ സമയത്ത് ഇവിടെയുള്ള സമീപവാസികളും ഇവിടെ കുളിക്കാൻ ഇറങ്ങില്ല എന്നാണ്. ഒരുപാട് അപകടം പിടിച്ച സ്ഥലമാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങൾ അത്ര കുഴപ്പമില്ല. കാരണം ഇതേ കണ്ടോ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇത്രയും വെള്ളമുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് കണ്ടോ, അങ്ങോട്ടുള്ള ഭാഗത്ത് നല്ല നീന്തൽ അറിയാമെങ്കിൽ പോലും അങ്ങോട്ട് ദയവ് ചെയ്ത് പോകരുത്. പറയാണ്ടിരിക്കാവേ, കാരണം നല്ല ചൂടാണ്. ചൂട് സമയത്ത് വെള്ളത്തിൽ കിടക്കാനോ, എൻ്റെ അമ്മ പാറയൊക്കെ ചുട്ട് കൊള്ളുക. കാരണം അത്രയും ചൂടാണ് ഇപ്പം കേരളത്തില്. അപ്പോൾ അതന്നെ ഇന്ന് നോക്കിക്കേ, ആ പാറകൾ കണ്ടോ, നല്ല ചെത്തി മിനുക്കി വെച്ചിരിക്കുന്ന പോലെ അത്രയും ഭംഗിയായിട്ടുള്ള കുഞ്ഞും വലുതും ഒക്കെ ആയിട്ടുള്ള പാറകൾ കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. നോക്കി, നല്ലൊരു വെറൈറ്റി ആയ സ്ഥലം തന്നെ. അധികം ആർക്കും അറിയപ്പെടാത്തൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുക കേട്ടോ. ഇനി നമുക്ക് ഇതേ ഈ സ്റ്റെപ്പുകൾ കയറി കുറച്ച് മുകളിൽ പോകേണ്ടതുണ്ട്. അവിടെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് വരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഇത്രയും വന്ന് ഇവിടുത്തെ ഇത്രയും കാഴ്ചകൾ കണ്ട സ്ഥിതിക്ക് നേരം എനിക്ക് തോന്നുന്നു ഒത്തിരി ആയി കേട്ടോ. വെയിൽ മങ്ങി തുടങ്ങി. അവിടെ മുകളിലും കൂടെ കയറി പോയി നോക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ ഒപ്പം പറഞ്ഞു. അവിടെ എന്താണെന്ന് അറിയില്ല, നമുക്ക് പോകാവേ. ഞാൻ ഈ മലയുടെ മുകളിലോട്ട് പോവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ആരും അനുകരിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം റിസ്ക് പിടിച്ചൊരു ഇത് തന്നെയാണ്. എന്തായാലും ഞാനൊരു വീഡിയോ കവർ ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ മലമുകളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയണമല്ലോ എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ കയറിപ്പോയത്. കാരണം മഴക്കോളും ഉണ്ട്, പ്രകൃതി ഒരു മഴയുടെ ഒരു ഇരുൾച്ചയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എന്നാലും ഞാൻ മുകളിലോട്ട് കയറി പോവുക. കാരണം കണ്ടോ, ഒരു സ്റ്റെപ്പ് ഇപ്പുറത്തോട്ട് കാലെടുത്ത് വെച്ചാൽ താഴെ കുഴിയാണ്, താഴെ വീഴുന്നതാണ്. എന്നാലും പേടിച്ചാൽ ഞാൻ കയറുന്നത്. കാരണം എനിക്ക് നന്നായിട്ട് ഉൾഭയം ഉണ്ടായിരുന്നു. കയറി പോകും തോറും പിടിക്കാനും ഒരു ഗ്രിപ്പില്ല. അങ്ങനെ നിന്നുമൊക്കെയാണ് ഞാനിതാ അവിടെ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത്. ഇവിടെ വരുന്നെങ്കിൽ പോലും സൂക്ഷിക്കുക. കാരണം അത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് അപകട മരണം ഉണ്ടായെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. എന്തായാലും ഞാൻ മുകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒന്നും വീഴാതെ പതുക്കെ ഞാൻ കയറി പറ്റിയിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഈ പൊക്കപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ പ്രകൃതിയുടെ ഭംഗി ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് കേട്ടോ. ഈ പാറയുടെ പൊക്കത്ത് നിൽക്കുമ്പോൾ നോക്കിയേ, ഇവിടുത്തെ ആ ഭംഗി എനിക്കൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ ദേ അവിടെ അങ്ങോട്ടൊരു വഴിയൊക്കെ കിടക്കുന്നുണ്ട്. ഞാനൊന്നും അങ്ങോട്ട് പോകുന്നില്ല, സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിയത്തുമില്ല. എന്തായാലും നോക്കി നോക്കി
നല്ല രസമുണ്ടല്ലേ, ഒരു വെറൈറ്റി സ്ഥലം തന്നെയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ എനിക്ക്. അടിപൊളി സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു വഴി കിടപ്പുണ്ട്, ഇവിടെ ഒരു വഴി കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു മതിലിൻ്റെ ഇത് കണ്ടോ, ഒരു പൊളിഞ്ഞ വഴിയാണ്. അങ്ങോട്ട് ആൾ താമസമുണ്ടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ സന്ധ്യ സമയം ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. കാരണം അത് ശരിയാവില്ല, അറിയില്ലാത്തൊരു ഏരിയയും കൂടെയാണ്. അപ്പോൾ നമ്മൾ ആ കാട്ട് റൂട്ടിലൊക്കെ സഞ്ചരിക്കുന്നത് റിസ്ക് എടുക്കുന്ന പണിയുമാണ്. ഞാൻ എന്തായാലും സന്ധ്യ സമയത്ത് അത്ര റിസ്ക് എടുക്കാൻ തയ്യാറല്ല, അറിയില്ലല്ലോ. എന്തായാലും ഞാൻ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വന്നു. വെറൈറ്റി തന്നെ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പോളി വൈബ് തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പേയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതായത് അഗസ്ത്യാർ മലയിൽ നിന്നും ആണ് ഈ ശുദ്ധമായ ജലം ഈ നദി വഴി ഒഴുകി ഇവിടെ കരമനയാറ്റിൽ പതിക്കുന്നത് എന്നാണ് പറയുന്നത്. മഴ പെയ്യുമ്പോൾ ദയവ് ചെയ്ത് ഒരുപാട് ഒഴുക്കുള്ള സ്ഥലമാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു പോവുകയാണ്. അടുത്ത് ഞാനിത് മുകളിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് നോക്കണം. താഴത്തെ കുഴി കണ്ടപ്പോൾ സത്യം പറയാലോ നെഞ്ചിടിപ്പ് കൂടി കേട്ടോ. കാരണം ഞാൻ പോയപ്പോൾ ഇത്ര ഭയം തോന്നിയില്ല, പക്ഷേ ഇറങ്ങി വരാൻ നേരത്തെ താഴോട്ടൊന്ന് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് തലകറങ്ങുമ്പോഴേക്ക് തോന്നി. ഞാനൊന്ന് അവിടെ ഇരുന്ന് എന്നിട്ട് പതുക്കെ, കാരണം ഓൾറെഡി എന്താണെന്നറിയാമോ, ഞാൻ ഫുള്ള് നനഞ്ഞിരിക്കുക, നനയാണ്ട് നമുക്ക് ഇപ്പുറത്ത് കടക്കാനും പറ്റില്ല. എന്തായാലും ഞാൻ പതുക്കത തെന്നു വാനിക്ക് രക്ഷപ്പെട്ടു കേട്ടോ. ഞാനോർത്ത് എന്തെന്നറിയാമോ, ഇനി ഒരു കടമ്പോടെ കടക്കാനുണ്ട്. അതായത് മുകളിൽ കയറിയപ്പോൾ അങ്ങ് നിസ്സാരമായിട്ട് കയറി, പക്ഷേ ഇറക്കമാക്കുക എനിക്ക് ഈ താഴത്തെ കുഴിയൊക്കെ കണ്ടപ്പോഴേ നന്നായിട്ട് പേടിച്ച്. എന്നാലും റിസ്ക് എടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ കേരളത്തിലെ പേയാട് സ്ഥിതി ചെയ്യുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടാണ്. അതായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 5.4 കിലോമീറ്റർ അകലെയാണ് ഈ ചെറിയൊരു നദി സ്ഥിതി ചെയ്യുന്നത്. നദിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വൈബ് തന്നെയാണ്, സത്യം പറയാമല്ലോ. എനിക്കൊത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലം തന്നെയാണ് അല്ലേ. പിന്നെ ഇവിടുത്തെ സമീപവാസികൾ പണ്ട് ഇവിടെ ജലത്തിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് അവർ കുടിക്കാനും കുളിക്കാനും അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ കുളിക്കാനും അവർ ഉപയോഗിക്കുന്ന ജലം ഇവിടെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട്. എനിക്ക് വീണ്ടും ഈ ഞാൻ ഒന്ന് ഉണങ്ങി വരിക, കാരണം ചൂട് ആയതുകൊണ്ട് ഡ്രസ്സൊക്കെ പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. വീണ്ടും നനഞ്ഞാലേ എനിക്ക് അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ. കല്ലി പിടിച്ചോ, കല്ലി. എനിക്ക് അപ്പുറത്ത് കടക്കേണ്ടതുണ്ട്, എന്തായാലും നനഞ്ഞേ പറ്റുള്ളൂ. ഞാനിതാ ഇത് പോവുകയാണ് കേട്ടോ. മഴയും പെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് അപ്പുറത്ത് എത്തിപ്പെടണം. എൻ്റെ അമ്പൂരിയിൽ പോകണം എനിക്ക്. അവര് രക്ഷപ്പെടുത്തേനാ, അവരെ കുളിച്ചിടാ. ഇത് നേരത്തെ നിങ്ങൾ വന്നിരുന്നെങ്കിൽ നമുക്ക് കമ്പനി ആയിരുന്നു. എന്നാൽ നിങ്ങൾ ഇവിടെ വെച്ച് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ എന്തായാലും ഞാൻ കുളിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇനി പോവുകയാണ്. ഇവിടെ രണ്ടുപേരും ഇരുന്ന് എന്നെ കളിയാക്കുക കേട്ടോ. അതൊന്നും പോവാ ഞാൻ. പിന്നെ ഇനി എന്തെങ്കിലും കാണാം കേട്ടോ. ഞാൻ ഇനിയിപ്പോ വണ്ടി വെയിലുണ്ടെങ്കിൽ ഉണങ്ങും അല്ലേ. എന്തിനു പഠിക്കണേ മീനാ കടിച്ചു. എന്തായാലും ഞാൻ വെള്ളത്തിൽ നിന്ന് ഒരുവിധം കരയിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പോളി സ്ഥലം പറയാണ്ടിരിക്കാൻ വയ്യ. മഴ പെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ നിൽക്കുമായിരുന്നേ. എന്തായാലും സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ എല്ലാവർക്കും ടാറ്റാ.
പരിചയപ്പെട്ട് പണ്ട് നമ്മൾ ബക്കറ്റിൽ തുണിയൊക്കെ കൊണ്ടുപോയി കുളിക്കാനും നനയ്ക്കാനും പോണ ആ കാര്യം എനിക്ക് ഓർമ്മ വരും കേട്ടോ. ഞാനും ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്നതാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം വർഷങ്ങളുണ്ട് ഇവിടെ തന്നെയാണ് കുളിക്കുന്നത് അല്ലേ, അവിടെ തന്നെയാണ് കുളിക്കുന്നതെന്നാണ് പറയുന്നത്. അവർക്ക് ഇവിടെ തന്നെയാണ്. എത്ര പൈപ്പ് വെള്ളം ആണെങ്കിലും നമുക്ക് ഇതുപോലൊരു സുഖം വേറെ കിട്ടില്ല അല്ലേ. അതാ ഞാൻ പറയണത്, എത്ര പൈപ്പ് വെള്ളത്തിലും ഷവറിലും കുളിച്ചാലും നമുക്ക് ഈ പ്രകൃതിദത്തമായ വെള്ളത്തിൽ കുളിക്കുന്നത് അത് വേറെ ഒരു നെസ്റ്റോളജി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ഇങ്ങനെയൊക്കെ കുളിക്കുന്നതൊക്കെ? പിന്നെ എന്താ പറയുക ആൻറ്റി, സുഖമാണോ? ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? തൊട്ടടുത്താണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. ഒത്തിരി എനിക്ക് ഇങ്ങനെ പോകുന്നതിൽ ഒരുപാട് ആൾക്കാർ പരിചയപ്പെടാനും സൗഹൃദം പുലർത്താനും എല്ലാ സ്ഥലങ്ങൾ കാണാനും എല്ലാം അടിപൊളി തന്നെയാണ്, ഒന്നും പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. പിന്നെ ഞാനിനി എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ, ഒരുപാട് നടന്ന് ഇവർ കടവ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. നല്ല ഭംഗി തന്നെയാണ്, ഒന്നും അറിഞ്ഞില്ല സത്യം പറഞ്ഞാ. ഈ സ്ഥലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ.